എന്നെ കേൾക്കുന്ന പ്രിയരെ, ഭക്തി നിമിത്തം നിങ്ങൾ ഒത്തിരി അപവാദങ്ങളും പ്രശ്നങ്ങളും നിന്ദകളും കേൾക്കേണ്ടി വന്നാലും ഭാരപ്പെടരുത്. ചിലത് യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് ചിലത് നഷ്ടമായാലും നീ ഭാരപ്പെടരുത്. നിനക്ക് വേണ്ടി ഒരു പ്രോമിസ് കിടപ്പുണ്ട്. നിന്നെ കുറിച്ച് അവന് പദ്ധതികളുണ്ട്. ആമേൻ, സ്തോത്രം. തീയുടെ ശോധനകൾ കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ സൗന്ദര്യമുള്ള ഒന്നായി നീ പുറത്തു വന്ന് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സൗന്ദര്യം നീ കാണുമെന്ന് ഈ പകൽ നീ അറിയാതെ പോകരുത്. അവന്റെ പദ്ധതി നിന്റെ ലൈഫിൽ നടക്കും. പിശാചിന്റെ പദ്ധതി നടക്കുകയില്ല. ദൈവം നിനക്ക് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്നവനാണ്. യേശുവിനെ ഒന്ന് കരമുയർത്തി സ്തുതിച്ചാട്ടെ. എത്ര പേർക്ക് അറിയാൻ പറ്റുന്നുണ്ട് എനിക്ക് ചുറ്റും ഒരു വേലിയുണ്ട്? ഈ പകല ആത്മാവിലെ വേലിയെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. ആരാധിക്കുന്ന നിങ്ങൾക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. ആത്മാവിൽ സ്തുതിക്കുന്ന നിങ്ങൾക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. യേശുവിനെ വിളിച്ച് രക്ഷ പ്രാപിച്ച നിങ്ങൾക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. ആ വേലി കെട്ടിയിരിക്കുന്നത് യോബ് 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിച്ച്. ഹല്ലേലൂയ. മതി മതി. നോക്കിക്കേ, ഇയ്യോബിനെ കുറിച്ച് ദൈവം ഇയ്യോബിന്റെ ലൈഫിനെ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? ഇവിടെ സാത്താനായവൻ ദൈവത്തോട് എന്ത് ചെയ്യാണ്? സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷെ നമുക്ക് അയ്യോബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാം. എന്തുവാണെന്നറിയാമോ? ഇയ്യോബിന് ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? വേലി ഇട്ടിട്ടുണ്ട്. എല്ലാരും പറഞ്ഞ ഇയ്യോബ് എന്ന മനുഷ്യന് ചുറ്റും, അവന്റെ ലൈഫിന് ചുറ്റും വേലി കെട്ടിയ ഒരു ദൈവം. ചുറ്റുവേലി ഉണ്ടല്ലോ. കല്ലുകൊണ്ടും മണ്ണുകൊണ്ടൊന്നുമല്ല. ദൈവത്തിന്റെ സംരക്ഷണത്തെ കാണിക്കുന്ന ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് ഒരു അഭിഷിക്തനെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന് ചുറ്റും ദൈവം മറയ്ക്കുന്നതോ ഇതുപോലെ വേലി കെട്ടിയിട്ടാണ്. ഈ വേലി പ്രാർത്ഥിക്കുന്നവന്റെ ചുറ്റുമുണ്ട്. ഈ വേലി ദൈവത്തെ ആരാധിക്കുന്നവന് ചുറ്റുമുണ്ട്. ഈ വേലി ദുഷ്ടന് അതിക്രമിച്ച് കയറാതിരിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന അതിരാണ്. ഈ വേലി നിനക്ക് സംരക്ഷണമാണ്. പിശാചിന് പോലും അനുവാദം ചോദിക്കാതെ ദൈവത്തിന്റെ പൈതലിന് ചുറ്റും ദൈവം കെട്ടിയിരിക്കുന്ന വേലിയെ പൊളിക്കാൻ പിശാചിന് പോലും കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തവന് മഹത്വം കൊടുത്തിട്ട് പറഞ്ഞ്, ദൈവം എനിക്ക് ചുറ്റും വേലി കെട്ടിയിട്ടുള്ളത് കൊണ്ട് യേശുവിനൊന്ന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്തിട്ട് പറഞ്ഞ്, എനിക്ക് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട്. എനിക്ക് ചുറ്റും വേലിയായി ദൈവമുണ്ട്. എനിക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചൊരു ദൈവമുണ്ട്. എന്റെ ജീവിതത്തില് ദയ കൊണ്ടെന്ന ഒരു പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് എന്നെ മറയ്ക്കുന്ന ദൈവം വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. പിശാചിന് പോലും അനുവാദമില്ലാതെ നിന്റെ ലൈഫിനെ തൊടാൻ അവൻ അനുവദിക്കത്തില്ല.
സംരക്ഷണമായ ഒരു വേലി നമുക്ക് ചുറ്റുമുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് പറ, ഇതെനിക്കൊരു സംരക്ഷണ വേലിയാണ്. കഴിഞ്ഞ നാളുകളിൽ എന്നൂടെ പറഞ്ഞാൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് മുൻപ് നിന്നെ തകർത്തുകൊണ്ടിരുന്ന പിശാചിന്റെ പദ്ധതികൾക്കൊന്നും ദൈവത്തിൽ നീ വന്നതിന് ശേഷം നിന്നെ തകർക്കാൻ കഴിയുകയില്ല. കാരണം അവൻ നിനക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. ആ വേലി ആത്മാവിൽ നിന്ന് കണ്ടിട്ട് പറഞ്ഞാട്ടെ, പിശാചിന്റെ പ്രവർത്തികൾ നടക്കുകയില്ല. ദൈവം അനുവദിക്കാതെ നിന്നെ തൊടാൻ പിശാചിന് കഴിയുകയില്ല. എന്നാൽ ആ വേലി പൊളിഞ്ഞെവിടെയെങ്കിലും കിടന്നിട്ട് എന്തെങ്കിലും നീ അനുഭവിക്കാനിടയായ, ഞാൻ വീണ്ടും പറയാം, അത് നിന്റെ നന്മയ്ക്കാണ്. പ്രതിസന്ധികൾ യോബിന്റെ ജീവിതത്തിൽ ഒത്തിരി കടന്നു വന്നു. ദേഹമാസകലം വ്രണമായി, വലിയ ഭാരമുണ്ടായി. എല്ലാവരും യോബിനെ ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി. ജീവിതത്തിൽ ആശ്വാസം പകർന്നു തരേണ്ടുന്ന ഭാര്യ പറഞ്ഞു, മനുഷ്യ, നിങ്ങളുടെ ഭക്തിയെ ത്യജിച്ചിട്ട് പോയി ചത്തുകളാ. പക്ഷേ യോബിനറിയാം, ഇത് തന്നത് ദൈവമാണ്. എനിക്ക് എന്റെ സമ്പത്ത് തന്നത് ദൈവമാണ്, കുഞ്ഞുങ്ങളെ തന്നത് ദൈവമാണ്, സ്റ്റാറ്റസ് തന്നത് ദൈവമാണ്. ഇതെല്ലാം പോകാൻ ഇടയായിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നാൽ വിശ്വാസത്തിൽ ആമേൻ ശക്തിയോടെ താൻ ദൈവത്തിന് വിരോധമായിട്ടൊന്നും പറയാതെ, തനിക്ക് വിരോധമായി പറഞ്ഞ ആളുകളുടെ നടുവിൽ ദൈവത്തെ മാത്രം ഉയർത്തി നിന്ന ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് ദൈവം ചിലത് നൽകാൻ തുടങ്ങി. എവിടെങ്കിലും വേലി പൊളിഞ്ഞതുപോലെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾ കാത്തിരിക്കുക. ലഭിക്കുന്ന വിടുതൽ നിനക്ക് ഇരട്ടിയായി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയാക്കുന്നതാണ്. എന്തോ അവിടെയും ഒരു ലിഫ്റ്റ് നിനക്ക് വേണ്ടി ഉണ്ട്. അവിടെയും താഴ്ചയല്ല. ദൈവം ഞങ്ങളുടെ തലകളെ ഉയർത്തുന്നവനാണെന്ന് പറയാൻ ദേശത്തവന് മാന്യത വരുത്തി കൊടുക്കുന്ന ഒരു പ്രവൃത്തി ഇയ്യോബിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതുപോലെ ഏതൊക്കെയോ ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. നിന്റെ പ്രശ്നങ്ങളുടെ മേൽ ദൈവമഹത്വം കാണാൻ പോവുകയാണ്. ഉറ്റവർ കൈവിട്ട്, ഉടയവർ കൈവിട്ട്, ജീവിതത്തിൽ ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത നിലകളിൽ വളരെ ഭാരത്തോടെ ഇരിക്കുന്ന ഇയ്യോബിനെ തന്റെ സ്നേഹിതന്മാരും കുറ്റം പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഭക്തി നിമിത്തം നിങ്ങൾ ഒത്തിരി അപവാദങ്ങളും പ്രശ്നങ്ങളും നിന്ദകളും കേൾക്കേണ്ടി വന്നാലും ഭാരപ്പെടരുത്. ചിലത് യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് ചിലത് നഷ്ടമായാലും നീ ഭാരപ്പെടരുത്. നിനക്ക് വേണ്ടി ഒരു പ്രോമിസ് കിടപ്പുണ്ട്. നിന്നെ കുറിച്ച് അവന് പദ്ധതികളുണ്ട്. ആമേൻ, സ്തോത്രം. തീയുടെ ശോധനകൾ കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ സൗന്ദര്യമുള്ള ഒന്നായി നീ പുറത്തു വന്ന് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സൗന്ദര്യം നീ കാണുമെന്ന് ഈ പകൽ നീ അറിയാതെ പോകരുത്. അവന്റെ പദ്ധതി നിന്റെ ലൈഫിൽ നടക്കും. പിശാചിന്റെ പദ്ധതി നടക്കുകയില്ല. ദൈവം നിനക്ക് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്നവനാണ്. യേശുവിനെ ഒന്ന് കരമുയർത്തി സ്തുതിച്ചാട്ടെ. എത്ര പേർക്ക് അറിയാൻ പറ്റുന്നുണ്ട് എനിക്ക് ചുറ്റും ഒരു വേലിയുണ്ട്? ഈ പകല ആത്മാവിലെ വേലിയെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. ആരാധിക്കുന്ന നിങ്ങൾക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. ആത്മാവിൽ സ്തുതിക്കുന്ന നിങ്ങൾക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. യേശുവിനെ വിളിച്ച് രക്ഷ പ്രാപിച്ച നിങ്ങൾക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. ആ വേലി കെട്ടിയിരിക്കുന്നത് യേശുവിന്റെ രക്തത്തിന്റെ അടയാളം കൊണ്ടാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തു പറഞ്ഞ്, യേശുവിന്റെ രക്തത്തിന്റെ അടയാളമുള്ളിടത്തോളം ഈ വേലിക്ക് ഇപ്പുറത്തേക്ക് വന്ന് അവൻ നിന്നെ ആക്രമിക്കാൻ പിശാചിന് കഴിയുകയില്ല. ദൈവത്തിന്റെ അനുവാദമില്ലാതെ നിന്റെ ദൈവം നിന്നിൽ ഇരിക്കുന്ന ഇടത്തേക്ക് കയറി വരാൻ പിശാചിന് കഴിയുകയില്ല. നിനക്ക് ചുറ്റും വേലി കെട്ടുന്ന ദൈവം, നിന്റെ തലമുറയ്ക്ക് ചുറ്റും വേലി കെട്ടുന്ന ദൈവം, നിന്റെ വിദ്യാഭ്യാസത്തിന് ചുറ്റും വേലി കെട്ടുന്ന ദൈവം, നിന്റെ സമ്പത്തിന് ചുറ്റും വേലി കെട്ടുന്ന ദൈവം, നിന്റെ സ്റ്റാറ്റസിന് ചുറ്റും വേലി കെട്ടുന്ന ദൈവം നിനക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്.
നിന്നെ അവൻ മറയ്ക്കുന്ന ദൈവമാണ്. ശത്രു കാണാത്ത വിധം നിന്നെ മറയ്ക്കും. അവന്റെ രക്തം കൊണ്ട് നിന്നെ അടയാളമിട്ട് അവൻ നിന്നെ മറച്ചിരിക്കുകയാണ്. യേശുവിനെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അക്കാര്യങ്ങൾ ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞിട്ട് പറഞ്ഞ്, എന്റെ ദൈവം മറയ്ക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം ശത്രുവിന് ഇട്ടുകൊടുക്കുന്ന ദൈവമല്ല. എന്റെ ദൈവം എന്നെ മറയ്ക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം എനിക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്ന ദൈവമാണ്. പിശാചിന്റെ പ്രവൃത്തി നടക്കുകയില്ല. ഇന്ന് പകൽ ഉറപ്പോടെ എത്ര പേർക്കൊന്ന് പറയാൻ പറ്റുന്നുണ്ട്? ആമേൻ. പിശാചിന്റെ പ്രവൃത്തി നടക്കുകയില്ല. ഹല്ലേലൂയ. എനിക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. നിങ്ങൾക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് ചുറ്റും, നിങ്ങളുടെ വീടിന് ചുറ്റും, നിങ്ങൾ പാർക്കുന്ന വീടിന് ചുറ്റും ഒരു വേലിയുണ്ട്. ആ വേലി കല്ലും മണ്ണും കൊണ്ടും കെട്ടുന്നതല്ല, യേശുവിന്റെ രക്തം കൊണ്ട് അടയാളമിട്ടത്.